ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 4 അടിപൊളി ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം മെമോ പാഡ് ആണ്. ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ചൊന്നല്ല, നല്ല അധികം ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 5 ദിവസം പോലും തികച്ചില്ല ഇനി സ്കൂൾ തുറക്കാൻ. എനിവേസ് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതേപോലൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ ഈ മെമോ പാഡ്സ് എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ ഹോം വർക്ക്സോ എന്തെങ്കിലും മറന്നു പോവാതിരിക്കാനും വേണ്ടി നോട്ട് പാഡ് പോലെ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇതിന് ഒരു A4 ഷീറ്റ് എടുത്താൽ നിങ്ങൾക്ക് 8 പേജസ് ആണ് കിട്ടുക. നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടിയുള്ള മെമോ പാഡ് വേണമെന്നുണ്ടെങ്കിൽ 2 or 3 A4 ഷീറ്റ് എടുക്കുക. പിന്നെ ഈ A4 ഷീറ്റ് ഇങ്ങനെ മടക്കിയത് എന്തിനാന്ന് വെച്ചാൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ പെൻസിലും സ്കെയിലും ഒക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതിന് പകരം ഇതിൽ ഞാനിപ്പോൾ ഒരു ഡിസൈനെ കാണിക്കുന്നുള്ളൂ. അതിന് മുകളിലും താഴെയും ഓരോ മഷ്റൂം വരക്കുന്നുണ്ട്. ഞാൻ ഇതിൽ വരക്കണ മുഴുവന് ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്തിട്ടാണ്. ഇനി അതൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കട്ടിയുള്ള സ്കെച്ച് വെച്ചിട്ട് ഒരു ബോർഡറും വരക്കണം. ഇനി ജെൽ പെൻ വെച്ചിട്ട് ആ ബോർഡറും കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളിലും ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കണം. ഇനി നെക്സ്റ്റ് ആ മടക്ക് വരുന്നതിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ദെൻ അതൊക്കെ ലെവൽ ചെയ്ത് വെച്ചിട്ട് മുകളിൽ ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. നോട്ട് ദ പോയിന്റ്, ഫെവിക്കോൾ തന്നെ വേണം. ഇനി അതിന് അവിടെ ഉണങ്ങാനും വേണ്ടി വെച്ചാൽ നമ്മുടെ മെമോ പാഡ് സെറ്റ് ആവും. ഇതിന്റെ പേജസ് അങ്ങനെ വിട്ടുപോരൊന്നുമില്ല, നമ്മൾ വേണമെന്ന് വെച്ചിട്ട് പറിച്ചെടുത്താൽ മാത്രമേ പോരുള്ളൂ. അപ്പൊ ഇങ്ങനെ അടിപൊളിയല്ലേ. ഇനി സെക്കൻഡ് ഐറ്റം പെൻസിൽ പൗച്ച് ആണ്. ഈ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും നമ്മൾ ഒരു ട്രാൻസ്പെറന്റ് പൗച്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തുണി വെച്ചിട്ട് ഉണ്ടാക്കാനായിരുന്നു പ്ലാന്, പക്ഷെ ആ സൂചിയും നൂലും വെച്ചിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതാലോചിച്ചപ്പോ വേണ്ടായിരുന്നു. ഇനി ട്രാൻസ്പെറന്റ് ഷീറ്റ് ഇതേപോലൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡിൽ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. പിന്നെ ട്രാൻസ്പെറന്റ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് മടങ്ങി കിട്ടാൻ കുറച്ച് പണി ഉണ്ടാകും. അത് നല്ലവണ്ണം അമർത്തി മടക്കിയാൽ മതി. പിന്നെ ആ ക്ലോസ് ചെയ്യുന്നതിന്റെ 2 സൈഡിലും ചെരിച്ച് കട്ട് ചെയ്യണം. ഇനി വാഷി ടേപ്പ് വെച്ചിട്ട് സൈഡിലും ക്ലോസ് ചെയ്യുന്ന അവിടെയും താഴെയും ഒട്ടിച്ചു കൊടുക്കുക. ഇതിന് നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് വാഷി ടേപ്പും യൂസ് ചെയ്യാം കേട്ടോ. ഹാൻഡ് മെയ്ഡ് വാഷി ടേപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ട്രാൻസ്പെറന്റ് ഷീറ്റ് ഇല്ലാത്തവർക്ക് A4 ഷീറ്റ് വെച്ചിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ചു മുമ്പ് നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലോസ് ചെയ്യുന്നതിന്റെ 2 ഭാഗത്തും ഡബിൾ സെറോ ടേപ്പ് ഒട്ടിക്കുക. ഇനി താഴെ സൈഡിലായിട്ട് ഒരു ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിക്കുക. ഇനി ആ സ്കെച്ചും കൂടി ഇതിലിട്ട് കൊടുത്താൽ എല്ലാം സെറ്റ്. അപ്പൊ ഇങ്ങനെ പൗച്ച് അടിപൊളിയായിട്ടില്ലേ. ഇനി തേർഡ് ഐറ്റം ഈസ് നെയിം സ്ലിപ്പ്. ഈ അടുത്ത് നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഒരു വട്ടം കൂടി നെയിം സ്ലിപ്പ് ഉണ്ടാക്കണം എന്ന്. കാരണം അത് എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തിയായിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് റെക്ടാങ്കുലർ ആയിട്ട് പേപ്പർ കട്ട് ചെയ്യുക, എന്നിട്ട് എഡ്ജസ് ഒക്കെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുക. ഇനി എല്ലാത്തിനും ഇതേപോലൊക്കെ ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കുക. ഈ നെയിം സ്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം ആ ക്യൂട്ട് പിക്ചേഴ്സ് ആണ്, എസ്പെഷ്യലി ആ പെൻഗ്വിൻ. ഇനി നെയിം, ക്ലാസ്, സബ്ജക്ട്, സ്കൂൾ എന്നൊക്കെ എഴുതി കൊടുക്കുക. സോ നമ്മുടെ നെയിം സ്ലിപ്പ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇനി ലാസ്റ്റ് ഐറ്റം ഈസ് ടൈം ടേബിൾ. ഇതിന് ഐവറി ഷീറ്റോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള പേപ്പറോ എടുക്കുക. ഇനി ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് കോളംസ് വരച്ചു കൊടുക്കുക. ഞാനൊരു സ്കൈ തീമിലാണ് ഇത് ഉണ്ടാക്കാൻ കരുതിയത്. സോ ബ്ലൂ കളർ കോളംസിന്റെ പുറത്തടിച്ചു കൊടുക്കുക. പിന്നെ മുകളിൽ ക്ലൗഡ് ഷേപ്പിൽ വൈറ്റ് പോർഷൻ വിടണം. ഇനി CD മാർക്കർ വെച്ചിട്ട് ആ കോളംസിനൊക്കെ ഔട്ട്ലൈൻ ചെയ്യാം. പിന്നെ ആ ക്ലൗഡിനും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ ടൈം ടേബിൾ ഒന്നും എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെ മുകളിലത്തെ കള്ളുകളിലും പെയിന്റ് അടിച്ചു കൊടുക്കുക. അത് കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂവോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂവോ ആക്കിയാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഇനി സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എഴുതി കൊടുക്കുക. പിന്നെ മുകളിൽ നമ്പേഴ്സും ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ ടൈം ടേബിളും സെറ്റായി. സോ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ 4 സ്കൂൾ ക്രാഫ്റ്റ്സ്. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് മെമോ പാഡ് ആണ്, പിന്നെ പെൻസിൽ പൗച്ച്, പിന്നെ നെയിം സ്ലിപ്സ്, പിന്നെ ടൈം ടേബിൾ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.